الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും മരണപ്പെടുവാനും നമ്മെല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായമായ ഫാത്തിറിലെ 2 വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. 5-6 വചനങ്ങൾ. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന വഅദല്ലാഹി ഹഖ്. തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യസന്ധമാണ്, പുലരുന്നതാണ്, യാഥാർത്ഥ്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ. ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. പരമവഞ്ചകനായ പിശാചും അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ. തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വ. അവനെ ശത്രുവായി തന്നെ നിങ്ങൾ സ്വീകരിക്കണം, ഗണിക്കണം, പരിഗണിക്കണം. ഇന്നമാ യദ്ഉ ഹിസ്ബഹു. പിശാച് അവന്റെ പക്ഷക്കാരെ ക്ഷണിക്കുന്നത് ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. നരകാവകാശികളുടെ കൂട്ടത്തിൽ പെടാനാകുന്നു എന്നാണ് ഈ വചനങ്ങളുടെ സാരം. പ്രിയമുള്ളവരെ, പുണ്യ റമദാൻ വിടവായി. ആ റമദാൻ മാസം നമുക്ക് കഞ്ഞി നൽകിയ റഹ്മാനായ റബ്ബിനോടുള്ള നന്ദിയും അവന്റെ മഹാത്മ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ടുള്ള പെരുന്നാൾ ആഘോഷവും
കഴിഞ്ഞു. അതിനുശേഷം ശവ്വാലിലെ 6 നോമ്പ് തുടർച്ചയായി പിടിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവർ അതും അവസാനിപ്പിച്ചു. ഇങ്ങനെയെല്ലാം ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിന് എത്ര അല്ലാഹുവിനെ സ്തുതിച്ചാലും മതിയാവില്ല. അൽഹംദുലില്ലാഹ്. നാം വളരെ സന്തോഷത്തോടു കൂടി പെരുന്നാൾ ആഘോഷിച്ചു. ഈദ്ഗാഹുകളിൽ തന്നെ പെരുന്നാൾ ആഘോഷിച്ചു. പക്ഷേ നമ്മളെക്കാൾ ഗംഭീരമായി ഈദ്ഗാഹുകൾ നടത്താൻ ഭാഗ്യം സിദ്ധിച്ച പല രാജ്യങ്ങൾക്കും അതിന് കഴിഞ്ഞില്ല. അവരുടെയൊക്കെ പെരുന്നാൾ ആഘോഷം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുഃഖത്തിന്റെ കരിനിഴൽ വീണതായിരുന്നു. അതിലും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി. കാരണങ്ങളൊക്കെ നമുക്കറിയാം. ആ കാരണങ്ങൾ എത്രയും വേഗം അകന്നു പോകാനും സമാധാനപരമായ അന്തരീക്ഷം സംജാതമാകുവാനും റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ റമദാനിൽ നാം ഒരുപാട് നന്മകൾ ചെയ്തു. ആ നന്മകളെല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മളുടെ വ്രതാനുഷ്ഠാനത്തിൽ വന്നു ഭവിച്ചേക്കാവുന്ന ന്യൂനതകൾ പരിഹരിക്കാനായി ഫിത്ർ സക്കാത്ത് നൽകി. അതും അല്ലാഹു സ്വീകരിച്ച് റമദാനിലെ വ്രതാനുഷ്ഠാനത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പൂർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നാം സക്കാത്ത് നൽകി ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു. കഴിഞ്ഞ ആ റമദാൻ മാസത്തിൽ വെള്ളിയാഴ്ച നമ്മൾ ഇവിടെ നടത്തിയ കളക്ഷനുകൾ, അതുപോലെ തന്നെ തറാവീഹ് നമസ്കാരത്തിന് ശേഷം വിവിധ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നടത്തിയ കളക്ഷനുകൾ, ഞായറാഴ്ച ഉച്ചക്ക് ക്ലാസുകൾക്ക് ശേഷം നടത്തിയ കളക്ഷനുകൾ, അതെല്ലാം നിങ്ങൾ തന്ന ചെറുതും വലുതുമായ വലിയ തുകകളാണ്. ഏതാണ്ട് 5.5 ലക്ഷം രൂപയോളം ആ രൂപത്തിൽ നിങ്ങൾ നൽകുകയുണ്ടായി. ചെറുതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ. കൃത്യമായി പറഞ്ഞാൽ 5,49,373 രൂപ ഈ കളക്ഷനുകളിലൂടെ നിങ്ങൾ നൽകിയതാണ്. ചെറുതും വലുതുമായി നിങ്ങൾ നൽകിയ ആ സംഭാവനകൾ അല്ലാഹു പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതിൽ ഇരട്ടി ഇഹലോകത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകുകയും പരലോകത്ത് അർഹമായ പ്രതിഫലം നൽകി കത്തിക്കാളുന്ന നരകാഗ്നിയിൽ ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ മനസ്സ്, ഈ നനവുള്ള മനസ്സ്, ഈ കനിവുള്ള മനസ്സ് എപ്പോഴും നമ്മൾ ഉണ്ടാവുകയും വേണം എന്നുകൂടി ഉണർത്തുകയാണ്. നാം നമ്മളെ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ നമ്മൾ 3 വിഭാഗം ആളുകളായി നമ്മളെ ഒന്ന് വേർതിരിക്കാം. അതിലൊന്ന് സ്ഥിരതയുള്ളവർ എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങളിലും ആരാധനാകർമ്മങ്ങളിലും അള്ളാഹുവിന്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നതിലും അങ്ങേയറ്റം കണിശത പാലിച്ചുകൊണ്ട് റമദാനിലും റമദാൻ അല്ലാത്തപ്പോഴും റമദാന് മുമ്പും റമദാനിലും റമദാൻ കഴിഞ്ഞിട്ടും ആ സ്ഥിരതയോടെ നിലകൊള്ളുന്ന ഒരു വിഭാഗം. അവർ ഖുർആൻ പാരായണം ചെയ്യും, നമസ്കാരത്തിൽ വീഴ്ച വരുത്തുകയില്ല, ഐച്ഛിക നമസ്കാരങ്ങൾ നിറവേറ്റും, രാത്രിയിൽ വെളുപ്പിലെ എഴുന്നേറ്റ് കുറച്ചു നേരം നമസ്കരിക്കും, പ്രാർത്ഥിക്കും, ഖുർആൻ പാരായണം ചെയ്യും, തസ്ബീഹ് തഹ്ലീലുകൾ ഉണ്ടാകും. അങ്ങനെ എല്ലാ കാര്യത്തിലും സ്ഥിരതയുള്ള ഒരു വിഭാഗം. രണ്ടാമതൊരു വിഭാഗം ഒരു മാറ്റവും ഇല്ലാത്ത ഒരു വിഭാഗം. റമദാൻ വന്നാലും മാറൂല, റമദാന് മുമ്പേ മാറൂല, റമദാൻ കഴിഞ്ഞാലും മാറൂല. റമദാൻ വരും, പോകും, നമുക്കൊരു മാറ്റം ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു നല്ല കർമ്മങ്ങൾ അധികം ചെയ്യാനോ കൂടുതൽ പ്രതിഫലം നേടാനോ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങാനോ പാപമോചനം തേടാനോ അവന്റെ ഇഷ്ടത്തിന് വേണ്ടി ധർമ്മം ചെയ്യാനോ ഇതിനൊന്നും തയ്യാറില്ല. ഒരു മാറ്റം ഉണ്ടാവില്ല. അവർക്ക് ജീവിതം മുഴുവനും ഒരേപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിക്കുന്ന ഒരു വിഭാഗം. മൂന്നാമത്തെ ഒരു വിഭാഗം റമദാനിൽ മാത്രം ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും ഒക്കെ മുഴുകി റമദാൻ കഴിയുന്നതോടുകൂടി പള്ളിയോട് വിട പറയും, ഖുർആനോട് വിട പറയും, നമസ്കാരത്തോട് വിട പറയും. ഒന്നും ഉണ്ടാവില്ല, ആ റമദാനിൽ ചെയ്തത് മാത്രം ഉണ്ടാവും. അങ്ങനെ പോകുന്ന ഒരു വിഭാഗം.
ഈ 3 വിഭാഗത്തിൽ ഏതിലാണ് ഞാനും നിങ്ങളും എന്നൊന്ന് ആലോചിക്കുക. ഉറപ്പായിട്ടും ഒന്നാമത് പറഞ്ഞതിലേ നാം ഉൾപ്പെടാൻ പാടുള്ളൂ. മറ്റ് 2 നമുക്ക് പറ്റിയതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥിരതയോടുകൂടി ജീവിതം മുഴുവൻ നിലനിർത്തിക്കൊണ്ടുപോകുന്ന സൽക്കർമ്മകാരികളുടെ കൂട്ടത്തിൽ നാം എവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. കാരണം എന്തെന്ന് പറഞ്ഞാൽ, പരിശുദ്ധ റമദാൻ കഴിയുന്നതോടുകൂടി നന്മകളിൽ നമുക്ക് അകന്നു നിൽക്കാൻ കഴിയില്ല. റമദാൻ കഴിയുന്നതോടുകൂടി വിശ്രമിക്കാനാവില്ല. നമ്മളുടെ വിശ്രമം ഇവിടെ അല്ല. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയോട് ഒരിക്കൽ ഒരു അനുചരൻ ചോദിച്ചു, ഇമാം അവറുകളെ, എപ്പോഴാണ് സമാധാനത്തോടെ വിശ്രമിക്കാൻ കഴിയുക? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഒരാളുടെ കാൽപാദം സ്വർഗത്തിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം വിശ്രമിക്കാം, അതുവരെ വിശ്രമമില്ല എന്നാണ്. വിശുദ്ധ ഖുർആൻ ഇതിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞ ഒരു വചനമുണ്ട്. സൂറത്തുൻ നഹ്ലിലെ അവസാന ഭാഗം, വഅബ്ദുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വന്ന് പിടികൂടുന്നത് വരെ നിന്റെ റബ്ബിനെ നീ ആരാധിക്കുക. ഇതാണ് അതിന്റെ ആശയം. അപ്പൊ ഈ ഗണത്തിലാണ് നാം ഉൾപ്പെടേണ്ടത് എന്നുള്ളത് പ്രത്യേകം നാം ഓർക്കുക. കാരണം നമ്മൾ ജീവിച്ചത്, റമദാനിൽ നമ്മളൊക്കെ ജീവിച്ചത് ഈ ദുന്യാവിൽ തന്നെയാണ്. പക്ഷെ ഈ ദുന്യാവിന്, ഈ പിശാചിന് നമ്മളോട് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച വചനങ്ങളുടെ സാരം. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ കരാറ് സത്യസന്ധമാണ്, അതുകൊണ്ട് ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കരുത്. പരമവഞ്ചകനായ പിശാചിന്റെ വഞ്ചനയിൽ നിങ്ങൾ കുടുങ്ങരുത്. പിശാച് നിങ്ങളുടെ ബദ്ധശത്രുവാണ്, അവനെ ശത്രുവായി തന്നെ കാണണം. അവൻ അവന്റെ ആളുകളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ് എന്ന് ആ വചനത്തിൽ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ ദുന്യാവിനെ സംബന്ധിച്ച് പരാമർശിച്ച പരാമർശങ്ങളെ മൊത്തം വിലയിരുത്തിക്കൊണ്ട് ചില ദാർശനികന്മാരായ ആളുകൾ വിശുദ്ധ ഖുർആനിലെ ആ ദുന്യാവിനെ കുറിച്ച് പറഞ്ഞതിനെ 3 ആയിട്ട് അവര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, അദ്ദുന്യാ തഹുറു, ദുന്യാവ് വഞ്ചിക്കും. 2, അദ്ദുന്യാ തദുറു, ദുന്യാവ് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കും. 3, അദ്ദുന്യാ തമുറു, ദുന്യാവ് സ്ഥായിയായി നിൽക്കുകയില്ല, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇത് തന്നെയല്ലേ ദുന്യാവിനെ സംബന്ധിച്ച് ഖുർആൻ ആകെ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്ക്. വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളോട് പറഞ്ഞു, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുന്യാ. നേരത്തെ നമ്മൾ കേട്ട വചനം അതാണ്. ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കരുത്. വമൽ ഹയാത്തുദ് ദുന്യാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ വിഭവമാണ് എന്ന് ഖുർആൻ പറയുന്നു. ഇതാണ് തഗുറു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ആ മഹത്തായ അമാനുഷികമായ ഗ്രന്ഥം, അതിൽ ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്തത്, ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വാക്കുകൾ പരാമർശിച്ചത് പരിശോധിച്ചു നോക്കിയാൽ അന്തം വിട്ടുപോകും ഖുർആന്റെ അനുയായികളായ നമ്മൾ. അത്ര അമാനുഷികത നിറഞ്ഞ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ. ഇപ്പൊ ഉദാഹരണത്തിന് ദുന്യാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ ദുന്യ, അദ്ദുന്യ എന്ന വാക്ക് 115 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആത്യന്തിക ജീവിതം ലക്ഷ്യം പരലോക മോക്ഷമായിരിക്കണം, അവിടുത്തെ വിജയമായിരിക്കണം എന്ന് പറഞ്ഞു. ആ ദുന്യാവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു വാക്കാണല്ല ആഖിറ. അതും 115 പ്രാവശ്യമുണ്ട് ഖുർആൻ. ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. അതുപോലെ ഈ ലോകത്താണ് നമ്മൾ ജീവിച്ച് മരണപ്പെടുന്നത്. മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് ശാശ്വത ജീവിതമാണ്. ജീവിതം എന്ന അറബി പദം അൽ ഹയാത്ത് എന്നാണ്. അത് വിശുദ്ധ ഖുർആനിൽ 145 പ്രാവശ്യം വന്നിട്ടുണ്ട്. മരണത്തെ സൂചിപ്പിക്കുക, നമുക്കൊക്കെ അറിയാം, അൽ മൗത്ത് എന്ന വാക്കാണ് മരണത്തെ സൂചിപ്പിക്കുന്നത്. അൽ മൗത്ത് എന്നതും 145 പ്രാവശ്യം ഖുർആനിലുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, നന്മകൾ ചെയ്യണമെന്ന് നമ്മളോട് പ്രേരിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ.
നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നന്മകളിൽ ഉറച്ചു നിൽക്കുന്ന സ്ഥിര സ്വഭാവമുള്ളവരെന്ന് പറഞ്ഞാൽ ഹസനാത്ത്, അൽ ഹസനാത്ത് എന്നാണ് നന്മകൾക്ക് പറയുക. അത് 167 പ്രാവശ്യം ഖുർആനിലുണ്ട്. അതിന് നേരെ വിപരീതമായി വരുന്നതാണ് സയ്യിആത്ത്, തിന്മകൾ. അതും അങ്ങനെ തന്നെ 167 പ്രാവശ്യം. സുബ്ഹാനല്ലാഹ്, വിശുദ്ധ ഖുർആൻ അമാനുഷികം തന്നെയാണ്. കാരണം ഇത് ഓരോന്നും നാം ഒന്ന് താരതമ്യം ചെയ്ത് ചിന്തിക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അതിന്റെ ഗൗരവം എത്രയേറെ ഉണ്ട് എന്ന് നാം ചിന്തിക്കണമെന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ ദുന്യാവ്, ഐഹിക ജീവിതം താൽക്കാലികമാണ്, അത് നിങ്ങളെ വഞ്ചിക്കരുത്, പിശാച് വഞ്ചകനാണ്, നിങ്ങളുടെ ശത്രുവാണ് എന്നൊക്കെ പറയുമ്പോൾ റമദാനിൽ നമ്മൾ ജീവിച്ച ഈ ദുന്യാവിൽ തന്നെ റമദാൻ കഴിയുമ്പോൾ ദുന്യാവിലേക്ക് കൂടുതൽ ചിലപ്പോൾ നമ്മളൊന്ന് ചാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആ ചായൽ സൂക്ഷിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ദുന്യാവ് വേണ്ടാന്നോ, ഇവിടെ ജോലി ചെയ്യണ്ടെന്നോ, കൃഷി ചെയ്യണ്ടെന്നോ, ഉദ്യോഗം വഹിക്കണ്ടെന്നോ, രാഷ്ട്രീയത്തിൽ ഇടപെടണ്ടെന്നോ എന്ന് വേണ്ട, ഒന്നും വേണ്ട എന്ന് പറയുന്നില്ല. ഇതൊക്കെ വേണം. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാമാണ് ആത്യന്തികം. എന്റെ ജീവിതം എന്ന് പറയുന്നത് ഇതാണ്. കൃഷിയാണ് എന്റെ ജീവിതം, പഠനമാണ് എന്റെ ജീവിതം, ഉദ്യോഗമാണ് എന്റെ ജീവിതം, കച്ചവടമാണ് എന്റെ ജീവിതം. അങ്ങനെയല്ല, ഇതൊക്കെ എനിക്ക് വേണം. പക്ഷേ എന്റെ ജീവിതം മറ്റൊന്നാണ്, അവിടത്തേക്ക് ഞാൻ പോകേണ്ടതാണ്, അതിനൊരുങ്ങാനുള്ള സ്ഥലമാണ് ദുന്യാവ് എന്ന ചിന്ത മാത്രം. അതാണ് രണ്ട് സ്ഥലത്തും നമുക്ക് നന്മ വേണമെന്ന് പ്രാർത്ഥിക്കാൻ നമ്മളോട് പഠിപ്പിച്ചത്. അറിയാമല്ലോ പ്രാർത്ഥന, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അതാണ് കൃത്യമായ ഖുർആന്റെ കാഴ്ചപ്പാട് ഇതുമായി ബന്ധപ്പെട്ട്. ഇനി ദുന്യാവിന്റെ ഐഹിക ജീവിതത്തിന്റെ പളപളപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും സ്ഥായി ഭാവമില്ല എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന എത്രയോ വചനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഉപമയിലൂടെ വിവരിക്കുന്നു. ഒരൊറ്റ ഉപമ മാത്രം. സൂറത്തുൽ ഹദീദ് 57-ാമത്തെ അധ്യായം, അതിലെ 20-ാമത്തെ വചനം. ഇഅ്ലമൂ, അത് മാത്രം മതി. അതേ ആശയമാണ് ബാക്കിയുള്ളിടത്തൊക്കെ വരുന്നത്. ഇഅ്ലമൂ, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതം, ലഇബും വലഹുവും വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ലഇബ് കളി, ലഹ്വ് വിനോദം, സീനത്ത് അലങ്കാരം, തഫാഖുർ ദുരഭിമാനം നടിക്കൽ, തകാസുർ പെരുമ നടിക്കൽ. എന്തിലൊക്കെ? സമ്പത്തിലും സന്താനങ്ങളിലും. ഇതാണ് ദുന്യാവ്. ഇതല്ല എന്ന് പറയാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? കളിയും തമാശയും വിനോദവും ദുരഭിമാനം നടിക്കലും സന്താനങ്ങളിലും സമ്പത്തിലും പെരുമ നടിക്കലുമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ദുന്യാവ് ഇത്രയുള്ളൂ. ഏതുപോലെ? കമതലി വൈസ്, ഒരു മഴ പോലെ. ഒരു മഴ പോലെ. വൈസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ അതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ മഴയ്ക്ക് വൈസ് എന്ന് പറയുന്നുണ്ട്, തല്ല് എന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ പല പ്രയോഗങ്ങളുണ്ട് മഴയ്ക്ക്. വൈസ് എന്ന് പറഞ്ഞാൽ കുറെ കാലം മഴ പെയ്യാതിരുന്നിട്ട് ആദ്യമായി പെയ്യുന്ന വലിയ മഴ, അതിനാണ് വൈസ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക് ഖുർആൻ. പിന്നെ തല്ല് എന്ന് പറയുന്നത് ചാറ്റൽ മഴയാണ്. അങ്ങനെ പല 5-6 വാക്കുകളുണ്ട് മഴയുമായി ബന്ധപ്പെടുത്തി തന്നെ. ഓരോന്നിനും ഓരോ രൂപത്തിലാണ് വിലയിരുത്തേണ്ടത്. ഇവിടെ വൈസാണ് പറഞ്ഞത്, ആദ്യമായി പെയ്യുന്ന മഴ. കുറെ വേനൽക്കാലത്തിന് ശേഷം കാത്തിരുന്ന് നമുക്കൊരു മഴ കിട്ടൂലേ, ആ മഴയ്ക്കാണ് വൈസ് എന്ന് പറയാം. ആ വൈസ് പോലെയാണ് അഅ്ജബൽ കുഫാറ നബാതുഹു, അങ്ങനെ മഴ പെയ്തു, സസ്യലതാദികൾ വളർന്നു വലുതായി. കൃഷി ചെയ്യുന്ന കർഷകന്മാർ അഅ്ജബ, അവർ അത്ഭുതപ്പെട്ടു. ആ കൃഷിയൊക്കെ ഇങ്ങനെ വളർന്നു വലുതായി പച്ചപ്പ് കണ്ട് അവർ അങ്ങേയറ്റം സന്തോഷിച്ചു. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. കുഫാർ എന്ന വാക്കാണ് കർഷകർക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം, കാഫിറുകൾ നരകത്തിലാണ്, ഞങ്ങളെ ഒക്കെ കാഫിറാക്കി, ഖുർആൻ ഞങ്ങളെ ഒക്കെ കാഫിറാക്കി, ഞങ്ങളൊക്കെ നരകത്തിലാണ് എന്ന് പറയുന്ന ഗ്രന്ഥമാണിത് എന്ന് തെറ്റിദ്ധാരണയോടുകൂടി പറയുന്ന, പ്രചരിപ്പിക്കുന്ന, ദുഷ്പ്രചരണം നടത്തുന്ന, ഇസ്ലാമോഫോബിയ വാദിച്ച കുറെ ആൾക്കാരുണ്ട്. അവരങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാവും. കുഫർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധം. ഇപ്പൊ ഞാൻ സത്യനിഷേധിയായാൽ എന്റെ പേര് കാഫിർ എന്നാണ്, അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തെ സൃഷ്ടിച്ചിട്ടല്ല.
സത്യത്തെ മുച്ചൂടും മനഃപൂർവ്വം നിഷേധിക്കുന്നവനാണ് കാഫിർ. അതാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഈ കഫറ എന്ന വാക്കിനെ സത്യത്തെ മൂടി വെക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കാഫിർ, സത്യനിഷേധി എന്ന നമ്മൾ നല്ല മലയാളം പറയുന്നത്. സത്യത്തെ മറച്ചു വെക്കുന്നവൻ. കർഷകൻ ചെയ്യുന്നത് എന്താ? വിത്തും അതുപോലുള്ള സംഗതികളും ഒക്കെ ഭൂമിയുടെ അടിയിൽ അവൻ മറച്ചു വെക്കും. എന്നിട്ട് അതിൽ നിന്നല്ലേ മുളച്ചു വരുന്നത്. അതുകൊണ്ടാണ് അവിടെ അഅജബൽ കുഫാറ ആയത്തിന്റെ നമ്പർ ഓർത്തോ, സൂറത്ത് ഹദീദ് 57-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം. അവിടെ കുഫാർ എന്ന പ്രയോഗം നമ്മളെങ്കിലും അത് പഠിച്ചു വെക്കണം. എന്നിട്ട് പറയാണ് കർഷകർ അത്ഭുത പരതന്ത്രരായി. സുമ്മയഹീജു, പിന്നെ അത് ഇങ്ങനെ വാടാൻ തുടങ്ങി, ഉണങ്ങാൻ തുടങ്ങി. ഇങ്ങനെ പച്ചപ്പ് വന്ന് നല്ലപോലെ കണ്ട് മനസ്സിന് സന്തോഷമായി ഇങ്ങനെ നിൽക്കുമ്പോൾ അതിങ്ങനെ ഉണങ്ങാൻ തുടങ്ങി. ഫതറാഹു മുസ്ഫറൻ, പിന്നെ അത് മഞ്ഞ നിറമുള്ളതായി മാറി. അങ്ങനെയാണല്ലോ, നമുക്കറിയാം, വിശദീകരിക്കുന്നില്ല. സുമ്മയകൂനു ഹുതാമ, പിന്നെ അത് ഉണങ്ങി തുരുമ്പായി മാറും. വഫിൽ ആഖിറതി, പരലോകത്തുണ്ട്, അദാബുൻ ശദീദ്, വലിയ ശിക്ഷയുണ്ട്. വമഗ്ഫിറത്തും മിനല്ലാഹി, അല്ലാഹുവിങ്കൽ നിന്നുള്ള പാപമോചനമുണ്ട്. വരിദ്വാനുൻ, അവന്റെ പ്രീതിയുമുണ്ട് എന്ന് ദുനിയാവിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം ആഖിറത്തും കൂടി കൂട്ടിച്ചേർത്തിട്ട് പറയാണ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹിക ജീവിതം വഞ്ചനയുടെ ചരക്കാണ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇഹലോകത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് റമദാൻ കഴിയുന്നതോടുകൂടി എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് അതിലേക്ക് അങ്ങ് പൂർണ്ണമായി ചാഞ്ഞ് റമദാനിൽ നാം കരുതലോടെ കൈകാര്യം ചെയ്തിരുന്നത് എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. കാരണം അത് വഞ്ചന നമ്മളെ അങ്ങോട്ട് ആകർഷിച്ചു കൊണ്ടേ ഇരിക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ ഖുർആൻ പറഞ്ഞു വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹുവും വലഇബ്, ഐഹിക ജീവിതം എന്ന് പറയുന്നത് കളിയും തമാശയുമാണ്. എന്നാൽ വഇന്ന ദാറൽ ആഖിറ, പരലോക ഭവനം, ലഹിയൽ ഹയവാൻ, അതാണ് എന്നെന്നും ശാശ്വതമായിട്ടുള്ളത്. ലൗകാനു യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇങ്ങനെ അതുപോലെ സൂറത്തുൽ അഅലയിൽ നമ്മൾ സാധാരണ ഓതുമ്പോൾ കേൾക്കാറുണ്ട് ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖ, നിങ്ങൾ ഊന്നൽ നൽകുന്നത്, പ്രാധാന്യം നൽകുന്നത്, തിരഞ്ഞെടുക്കുന്നത് ഇഹലോക ജീവിതമാണ്, പരലോകമാണ് ഏറ്റവും ഉത്തമമായതും എന്നെന്നും അവശേഷിക്കുന്നതും. ആ നിലയിലാണ് ദുന്യാവിനെ സംബന്ധിച്ച് വഞ്ചിക്കും എന്ന് ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് പറഞ്ഞ് തളുറു എന്നാണ്. തളുറു എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടും ഉപദ്രവവും ഉണ്ടാക്കും ഈ ലോകം എന്നുള്ളതാണ്. ആ ഉപദ്രവം നമ്മുടെ സ്വന്തം ജീവിതത്തിനുണ്ടാകും, ശരീരത്തിനുണ്ടാകും, നമ്മുടെ കുടുംബത്തിനുണ്ടാകും, ജനങ്ങളോടൊപ്പം ഉണ്ടാകും, അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകും. ഇതൊക്കെ ഓരോന്നും അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല, ഒന്ന് സൂചിപ്പിച്ചു പോകുന്നു. അങ്ങനെ ളുറുണ്ടാക്കും ദുന്യാവ്. നഫ്ഇനേക്കാൾ മലറത്താണ്, മൻഫഅത്തിനേക്കാൾ കൂടുതൽ എന്നതുകൊണ്ട് ദുന്യാവ് വേണ്ട എന്നല്ല പറയുന്നത്, സൂക്ഷിക്കണം, കാത്തിരിക്കണം എന്നാണ് പറഞ്ഞത്. അതുപോലെ മൂന്നാമത് പറഞ്ഞത് തമുറു എന്നാണ്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, ഒരിക്കലും നിൽക്കൂല. ഇപ്പൊ നേരം വെളുത്തു, ഇത്രയും സമയമായി, ഇനി ഇതിപ്പോ അങ്ങോട്ട് പോകും. മറയമുറു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് വന്ന് നോക്ക്. നമ്മൾ ഇന്ദ്രിയത്തുള്ളിയായിരുന്നു, അത് പിന്നെ ഭ്രൂണമായി നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ, പിന്നെ നമ്മൾ ശിശുവായി ഇങ്ങനെ വന്ന് പുറത്തേക്ക് വന്ന് ശൈശവവും ബാല്യവും യൗവനവും മധ്യവയസ്കതയും വാർദ്ധക്യവും ഒക്കെ ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും ശാശ്വതമായി നിൽക്കൂല ഒരു കാരണവശാലും. അതാണ് തമുറു എന്ന് ലോകത്തെ കുറിച്ച് പറഞ്ഞത്, ദുന്യാവിനെ കുറിച്ച് പറഞ്ഞു. ഒരിക്കലും അത് ശാശ്വതമായി നിലകൊള്ളുകയില്ല. സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, നൂറ്റാണ്ടുകളായി ഇങ്ങനെ മറയമുറു അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. പ്രവാചകന്മാർ വന്നു, അവരിവിടെ ശാശ്വതരായില്ല, അവര് പോയി. അവരുടെ പിൻഗാമികൾ വന്നു, അവര് ശാശ്വതരായില്ല, അവര് പോയി. ഇപ്പൊ നമ്മളിവിടെ ഉണ്ട്, നമ്മളിവിടെ ശാശ്വതരല്ല, നമ്മൾ പോകും, നമുക്ക് ശേഷം വേറെ വരും. അതാണ് മറയമുറു എന്ന് ദുന്യാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യൻ 60 വർഷക്കാലം ഇവിടെ ജീവിച്ചിരുന്നാൽ 30 വർഷം ഉറങ്ങി തീർക്കും. ഇദാ ആശൽ ഫതാ 60 ആമ ഫനിസ്ഫുൽ ഉംരി യംഹഖുൽ ലയാലി എന്നാ പറഞ്ഞത്. 60 വർഷം ഒരു മനുഷ്യന്റെ സാധാ ആയുസിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് 60-70 ആണ്. അതിന്റെ അപ്പുറം എന്ത് കിട്ടുന്നു അത് ബോണസാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ ആ നിലയിൽ കിട്ടുന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്, അൽഹംദുലില്ലാഹ്, ഒരു സംശയമില്ല കാര്യത്തിൽ. മരിച്ചാൽ കഴിഞ്ഞില്ലേ എല്ലാം. ജീവിച്ചിരിക്കുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ.
ആർക്കെങ്കിലും നന്മ ചെയ്യുന്നതാണെങ്കിലും, ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നതാണെങ്കിലും, സ്വന്തം നന്മ ചെയ്യുന്നതാണെങ്കിലും, സമൂഹത്തിന് നേട്ടമുണ്ടാക്കുന്നതിനാണ് നമ്മൾ ജീവിച്ചിരിക്കേണ്ട ആരോഗ്യത്തോടെ. അത് വലിയ അനുഗ്രഹമാണ്. അതങ്ങോട്ട് പോയാൽ കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ രൂപത്തിൽ പറഞ്ഞത് തമറുദ്ദീൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും എന്ന് പറയും. ഒരു വാചകവും കൂടി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരോടൊപ്പം ഒരങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോവുക. പ്രവാചകന്റെ രണ്ട് സൈഡിലും ആൾക്കാരുണ്ട്. അങ്ങാടിയിലാണല്ലോ, ഒരുപാട് ആൾക്കാർ രണ്ട് സൈഡിലുമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽ ഒരു ചത്ത ആട് കിടക്കുന്നത് കണ്ടു. അതിന്റെ ചെവി വളരെ ചെറുതാണ്, ജീർണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആടിന്റെ ചെവിക്ക് പിടിച്ചിട്ട് അനുചരന്മാരോട് ചോദിച്ചു, ഒരു ദിർഹമിന്, ഒരു ദിർഹം എന്ന് വെച്ചാൽ ഒരു വെള്ളി, ഒരു ദിർഹമിന് ഇത് വാങ്ങാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറാണോ എന്ന് ചോദിച്ചു. ഒരു ദിർഹമിന്. അപ്പൊ സഹാബത്ത് മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് എന്തിനാ ഒരു ദിർഹമിന് ഇത് കിട്ടിയിട്ട്, ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചു. അപ്പൊ പ്രവാചകന്റെ അടുത്ത ചോദ്യം, നിങ്ങൾക്ക് വെറുതെ കിട്ടിയാലോ? ഒരു ദിർഹം തരണ്ട, വെറുതെ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് വിചാരിക്കുക, എന്നാ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റും? അപ്പോഴും പറഞ്ഞു, ഇത് ഒന്നിനും പറ്റൂല. ഒന്നാമത് ജീർണിച്ചു, രണ്ടാമത് ജീവിച്ചിരിക്കെ തന്നെ ഇതിനെ ആരും വാങ്ങൂല. എന്താ? ഇതിന്റെ ചെവി ചെറുതാണ്. ഒരാടിന്റെ ചെവി ചെറുതാകുന്നത് അതിനൊരു ന്യൂനതയായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്ന കാര്യം. അപ്പൊ ആ നിലയിൽ ജീവിച്ചിരുന്നാൽ പോലും ചെവി ചെറുതായ, അസക്ക് എന്ന പ്രയോഗമാണ് ഹദീസിലുള്ളത്. അസക്ക് എന്ന് വെച്ചാൽ ചെവി നീളം കുറഞ്ഞത്, വളരെ ചെറിയ ചെവി എന്നാണ് അർത്ഥം. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ പോലും പൈസ കൊടുത്ത് ഞങ്ങൾ ആരും ഇതിനെ വാങ്ങൂല, വെറുതെ കിട്ടിയാലും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫവല്ലാഹി, ഓർത്തോളി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ലദ്ദുന്യാ, ഈ ദുന്യാവുണ്ടല്ലോ, ഈ ഐഹിക ജീവിതം, അഹ്വനു അലല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ വളരെ നിസ്സാരമാണ്, മിൻ ഹാദാ അലൈക്കും, ഇത് എത്ര നിസ്സാരമായി നിങ്ങൾക്ക് തോന്നിയോ അതിനേക്കാൾ നിസ്സാരമാണ് ദുന്യാവ് അള്ളാഹുവിന്റെ അടുക്കൽ. ഈ ദുന്യാവിന് വേണ്ടിയാണ് സർവ കടിപിടി, ഇതിനു വേണ്ടിയാണ് സർവ കടിപിടിയും നടക്കുന്നത്. യുദ്ധങ്ങൾ നടക്കുന്നത് അതിനു വേണ്ടിയാ. അല്ല ലോകം നന്നാക്കാനാണോ യുദ്ധം നടക്കുന്നത്? അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ നടക്കുന്നത് അല്ലല്ലോ. അപ്പം ഈ ദുന്യാവിന് വേണ്ടിയാണ് ഇതും. അതുകൊണ്ടാണ് അങ്ങോട്ട് വല്ലാതെ ചായണ്ട എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ദുന്യാവ് ആവശ്യമാണ്, ദുന്യാവ് വേണ്ട എന്നല്ല. അതിൽ നിന്നുകൊണ്ട് പരലോകത്തെ നേട്ടങ്ങൾക്ക് വേണ്ടി നേട്ടങ്ങൾ കൊയ്തെടുക്കാനുള്ള ശ്രമമാണ് നടക്കേണ്ടത്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം, അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ഇവിടെ നാം കൃഷി ഇറക്കുന്നു. ആ കൃഷി നോമ്പുണ്ട്, നമസ്കാരമുണ്ട്, തക്കാത്തുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, ഐച്ഛികമായ കാര്യങ്ങളുണ്ട്, സത്യം പറയലുണ്ട്, സദാചാര ബോധമുണ്ട്, എല്ലാ കാര്യങ്ങളിലും എളിമത്തോടുകൂടി ജീവിക്കലുണ്ട്, ആരിൽ നിന്നും ഒന്നും മോശമായ നിലയിൽ നേടിയെടുക്കാതിരിക്കാൻ, ഇതെല്ലാം പെടുന്നുണ്ട്. അതാണ് നമ്മുടെ കൃഷി. ആ കൃഷി നമ്മൾ ചെയ്താൽ പരലോകത്ത് നല്ല വിള നമുക്ക് കൊയ്തെടുക്കാം. റമദാൻ കഴിഞ്ഞു, ഇനി ഒന്നും വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗമാകരുത് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അവസാനം നമുക്ക് എന്തുണ്ടായാലും പ്രിയമുള്ളവരെ, കൊണ്ടുപോകാൻ 3 കഷ്ണം തുണിയല്ലാതെ നമ്മുടെ മക്കൾ പോലും നമുക്കൊന്നും തരില്ല. അതും എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ വെട്ടിപ്പിടിക്കുന്നതും, നമ്മൾ ഈ പ്രശ്നമുണ്ടാക്കുന്നതും, നമ്മൾ ഈ കേസ് പറയുന്നതും, നമ്മൾ ഈ ബോൾത്ത കൂടുന്നതും, സംഘർഷവും സംഘട്ടനവും എന്ന് വേണ്ട സർവ്വതും നമ്മിൽ നിന്നുണ്ടാകുന്നത്, പിണങ്ങി ഇണങ്ങി ഒക്കെ ജീവിച്ചു പോകുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാ? നമ്മളുടെ സൗഖ്യത്തിനും സൗകര്യത്തിനും വേണ്ടിയാ. ആ സൗഖ്യവും സൗകര്യവും പൂർണ്ണമായും കെട്ടടങ്ങും. നമ്മൾ കിടന്ന ബെഡ് പോലും നമ്മുടെ മക്കൾ തരില്ല നമ്മളുടെ മയ്യത്ത് കിടത്താൻ. ബെഡ് എടുത്തു മാറ്റും. എന്നിട്ട് വല്ല പഴയ കട്ടിലോ പഴയ പല കഷ്ണമോ ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മളെ കിടത്താൻ പോലും ഉപയോഗിക്കുക. ഏതെങ്കിലും ഒരു മയ്യത്തിനെ ബെഡിൽ കിടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കിടത്താറുണ്ടോ? ഇല്ല, കിടത്തൂല. അതിന് പോലും അർഹതയില്ല. ആ ബെഡ് ഞാൻ വാങ്ങിയതാണ്, അധ്വാനിച്ചു വാങ്ങിയതാണ്. പക്ഷേ ഞാൻ മരിക്കുന്നതോടുകൂടി ആ ബെഡിൽ നിന്ന് പോലും എന്നെ അകറ്റി നിർത്തും. മണിക്കൂറുകൾ കൊണ്ട് എന്നെ കൊണ്ടുപോകും. ആ കൊണ്ടുപോകൽ ഒരുപാട് വെട്ടിപ്പിടിച്ച പലതുമുണ്ട്, പക്ഷെ ഒന്നുമില്ല, കോറത്തുണി മാത്രം.
ഈ ബോധമുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായി നന്മയിൽ മുന്നോട്ട് പോകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് ഏറ്റവും എനിക്ക് ഉൾക്കൊണ്ടുപോകാൻ പറ്റിയ ഒരു കാര്യം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക, എന്നിട്ട് സ്ഥിരതയോടെ നിലകൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ മാർഗത്തിൽ സ്ഥിരതയോടെ നിലകൊള്ളുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവൃത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. പ്രിയമുള്ളവരെ, റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആർജിച്ചെടുത്തതൊന്ന് തഖ്വയാണ്. റമദാനിലുടനീളം നമ്മൾ കേട്ട കാര്യമാണ്. ഒന്ന് രണ്ട് വചനങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. വലദ്ദാറുൽ ആഖിറ, പരലോക ഭവനം. ആർക്കാ? ലില്ലദീന യത്തഖൂൻ, സൂക്ഷ്മതയോടുകൂടി ജീവിച്ചവർക്ക് മാത്രമാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് സ്ഥിരതയോടുകൂടി നിലകൊണ്ടവർക്കാണ് പരലോക ഭവനം. നിങ്ങൾ എന്തേ ചിന്തിക്കാത്തതെന്ന് ഖുർആൻ ചോദിക്കുന്നു. 6-ാം അധ്യായം അൻആമിലെ 32-ാമത്തെ വചനം. സൂറത്ത് യൂസുഫ് 12-ാമത്തെ അധ്യായം അതിലെ 57-ാമത്തെ വചനം. വല അജ്റുൽ ആഖിറ, പരലോകത്തെ പ്രതിഫലം ഖൈറുൻ, ഉത്തമമാണ്. ആർക്ക്? ലില്ലദീന ആമനു, ഈമാനുള്ളവർക്ക്, വകാനൂ യത്തഖൂൻ, തഖ്വയുള്ളവർക്കും. 3-ാമതൊരു വചനവും കൂടി. സൂറത്തു ഖസസ് 28-ാം അധ്യായം അതിലെ 83-ാമത്തെ വചനം. തിൽക്കദ്ദാറുൽ ആഖിറ, ആ പരലോക ഭവനം. നജഅലുഹ, അതിനെ നാം നിശ്ചയിച്ചിരിക്കുന്നു, ഏർപ്പെടുത്തിയിരിക്കുന്നു. ആർക്ക്? ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ പൊങ്ങച്ചമോ ദുരഭിമാനമോ കുഴപ്പമോ ആഗ്രഹിക്കാത്തവർക്കാണ് ആ പരലോക ഭവനം നാം നിശ്ചയിച്ചിരിക്കുന്നത്. വൽ ആഖിബത്തു, ശുഭപര്യവസാനം, ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാവുന്നു. ഇതാണ് കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ നേടിയെടുക്കാൻ ശ്രമിച്ചത്. നിലനിർത്തുക ജീവിതത്തിലുടനീളം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ ആക്സിഡന്റ് പറ്റി നമ്മുടെ സക്കീർക്ക്, നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ആര്യാട്ടുപറമ്പിൽ ഉള്ള സക്കീർക്ക് അറിയാത്തവരാരും ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ചെറിയ ആക്സിഡന്റ് പറ്റി. പക്ഷേ അദ്ദേഹത്തിന് പ്ലാസ്റ്റർ ഇടാൻ പറ്റുന്നില്ല, ഓപ്പറേഷൻ പഴുക്കുന്നു. ഒരു വലിയ പ്രശ്നമുണ്ട്. അദ്ദേഹം അടുത്ത മാസം ഹജ്ജിന് പോകാൻ വേണ്ടി അത് കിട്ടിയ ഒരു വ്യക്തിയും കൂടിയാണ്. വലിയ പ്രയാസത്തിലാണ്. ആത്മാർത്ഥമായി എല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുകയും പൂർണ്ണ ശിഫ നേടി പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകാനുള്ള അവസരം നൽകി അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അത്തരം പ്രയാസങ്ങളിൽ നാം ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ വെന്റിലേറ്ററിൽ കഴിയുന്ന, ICUവിൽ കഴിയുന്ന, ഓപ്പറേഷൻ കഴിഞ്ഞ് വീടുകളിൽ കഴിയുന്ന പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളെയും അകറ്റി കൊടുക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടുകളെ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ചൊരിഞ്ഞു തരുമാറാകട്ടെ. തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന് നാം ഏവരെയും അല്ലാഹു എന്നും എന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم اذل الشرك والمشركين، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم.
റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.